പാലക്കാട് കെ.എസ്.യുവിലെ പൊട്ടിത്തെറി കോൺഗ്രസിലേക്കും പടരുന്നു. ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കത്തിൽ കോൺഗ്രസ് നേതാക്കളിൽ അതൃപ്തി രൂക്ഷമാണ്. പൊട്ടിത്തെറി എ ഗ്രൂപ്പിലെ ചില നേതാക്കൾ ബോധപൂർവം സൃഷ്ടിച്ചതാണെന്നും ഐ ഗ്രൂപ്പിന്റെ കണക്കുകൂട്ടലുണ്ട്. ജനം എക്സ്ക്ലൂസീവ്. കഴിഞ്ഞ ദിവസമാണ് പാലക്കാട്ടെ കെ.എസ്.യു ജില്ലാ പ്രസിഡന്റും സംസ്ഥാന നേതാക്കളും ഉൾപ്പെടെ ഷാഫി പറമ്പിലിനെ പിന്തുണയ്ക്കുന്ന നേതാക്കൾ രാജ്യസന്നദ്ധതയുമായി നേതൃത്വത്തെ സമീപിച്ചത്. ജില്ലാ കമ്മിറ്റി അറിയാതെ 6 ഭാരവാഹികളെ നിയമിച്ചെന്നും ഇതിൽ ജില്ലാ വൈസ് പ്രസിഡന്റായി നിയമിച്ച കെ.സി ഗ്രൂപ്പുകാരനായ വ്യക്തി സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ആളാണെന്നുമായിരുന്നു പരാതി. എന്നാൽ ഇത് ഷാഫി പക്ഷം ബോധപൂർവം സൃഷ്ടിക്കുന്ന പ്രശ്നമാണെന്നാണ് കെ.സി പക്ഷം കോൺഗ്രസ് നേതാക്കൾ കരുതുന്നത്. ഇത്തരത്തിൽ മുന്നോട്ടു പോവുകയാണെങ്കിൽ ഷാഫിയുടെ നേതൃത്വത്തിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കം അംഗീകരിക്കാനാവില്ല എന്ന നിലപാടിലാണ് കെ.സി പക്ഷവും ഐ ഗ്രൂപ്പും. നേരത്തെ തന്നെ ജില്ലാ നേതൃത്വം ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വന്തം നിലയ്ക്ക് പാലക്കാട് പ്രചാരണം ആരംഭിച്ചതിനെതിരെ രംഗത്ത് വന്നിരുന്നു. ആര് സ്ഥാനാർത്ഥിയാവണമെന്ന് KPCC തീരുമാനിക്കുമെന്നായിരുന്നു അന്ന് നേതൃത്വത്തിന്റെ പ്രതികരണം. എന്നാൽ നിലവിൽ രാഹുൽ സ്ഥാനാർത്ഥിയാവുന്നതിനെതിരെ നേതൃതലത്തിലുണ്ടായിരുന്ന അതൃപ്തി താഴെത്തട്ടിലേക്കും വ്യാപിച്ചിട്ടുണ്ട്. 7 മാസം മുൻപാണ് KSU ജില്ലാ കമ്മിറ്റി രൂപീകരിച്ചത്. 33 പേരുള്ള കമ്മിറ്റിയിൽ കൂടുതലും ഷാഫി പറമ്പിൽ പക്ഷമാണ്. KC പക്ഷവും ഐ ഗ്രൂപ്പിൽ നിന്നുൾപ്പെടുത്തിയ നേതാക്കളുമാണെങ്കിൽ മൃദു സമീപനമുള്ളവരാണ്. അതിലേക്കാണ് കഴിഞ്ഞ വ്യാഴാഴ്ച 6 പേരെ കൂടി ഉൾപ്പെടുത്തിയത്. ഇതിൽ ജില്ലാ വൈസ് പ്രസിഡന്റായ വ്യക്തി ഉൾപ്പെടെ KC പക്ഷത്തിൽ നിന്നുള്ള ആളാണ്. എന്നാൽ തങ്ങളുടെ പക്ഷം മാത്രം മതിയെന്ന നീക്കത്തിന്റെ ഭാഗമാണ് KSUവിലെ ഒരു വിഭാഗം നേതാക്കൾ പരാതിയുമായി രംഗത്ത് വന്നതിന് പിന്നിലെന്നും കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നുണ്ട്. രാജ്യസന്നദ്ധത അറിയിച്ച KSU നേതാക്കൾ ഇതേ നിലപാടുമായി മുന്നോട്ടു പോവുകയാണെങ്കിൽ രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള ഷാഫി പക്ഷത്തിന്റെ നീക്കത്തിനെതിരെയും മുന്നോട്ടു പോവാനാണ് KC പക്ഷത്തിന്റെയും ഐ ഗ്രൂപ്പിന്റെയും തീരുമാനം. അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.